എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏത്തപ്പഴവും അവലും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റും നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു സ്നാക്കാണിത്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എങ്കിൽ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. ഞാൻ ഇതുപോലെ വലിയ 2 നല്ലതായിട്ട് പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഒരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് അവലിട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അവൽ ഇതുപോലെ നല്ല നൈസായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം. സ്റ്റവ് കത്തിച്ച് ഒരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കാം. നെയ്യ് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ 1/2 കപ്പ് തേങ്ങ ചിരകിയിട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. തേങ്ങ ഇട്ട് കൊടുത്ത് 1 മിനിറ്റോളം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ട് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം. ഏത്തപ്പഴം എല്ലാം നല്ലതായിട്ട് വെന്തൊന്ന് കുഴഞ്ഞു വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഏത്തപ്പഴമൊക്കെ നല്ലതായിട്ട് വെന്തൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ആകാനുണ്ട് കേട്ടോ. സ്വല്പ സമയം കൂടെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവം വരെ ഒന്ന് ഇളക്കാം. ഏത്തപ്പഴമൊക്കെ നല്ലതായിട്ട് വെന്തൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന അവലിട്ട് കൊടുക്കണം. അവലിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് യോജിച്ച് വരുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം കൂടെ നല്ലതായിട്ട് നമ്മളൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. നല്ലതായിട്ട് തണുത്ത് കഴിയുമ്പോഴേ ഇതൊന്ന് കുഴച്ചെടുക്കണേ. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണേ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലൊന്ന് ഉരുട്ടിയതിന് ശേഷം കൈവെള്ള വെച്ചൊന്ന് പരത്തിയിട്ട് ഇതുപോലൊന്ന് ഞാൻ ആക്കിയെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഷേപ്പിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതേ രീതിയിൽ നമ്മളൊന്ന് പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്ത് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ പരത്തിയത് വെച്ച് കൊടുത്തിട്ടൊന്ന് വറക്കണം. നെയ്ക്ക് പകരം വെളിച്ചെണ്ണ വറുത്തെടുത്താലും മതി കേട്ടോ. നെയ്യിലാവുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ വറുത്തെടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 4 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡൊന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡ് ഇതേ രീതിയിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. ഒരിക്കലും ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. ഇപ്പോൾ 2 സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിലുണ്ടല്ലോ, ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.